ശീർഷകം നിഴലുകളുടെ തിരിച്ചുവരവ് ഭാഗം 4. എക്സ്റ്റ്. ദിവ്യനഗരം, നക്ഷത്രഭരിതമായ ആകാശം, 1000 വർഷം കഴിഞ്ഞു. ദൈവവും പരിപൂർണയായ പെൺകുട്ടിയും സമാധാനത്തോടെ ജീവിക്കുന്നു. ദിവ്യലോകം നിറഞ്ഞിരിക്കുന്നു വർണ്ണങ്ങളാലും സംഗീതത്താലും കാലാതീതമായ സൗന്ദര്യത്താലും. അവരുടെ സ്നേഹം സകല ലോകവും ശാന്തിയാക്കി. ഗാലക്സികൾ ഒന്നിച്ചു നൃത്തം ചെയ്യും പോലെ. വേറിയാൻ വി ഓ 1000 വർഷങ്ങൾ കടന്നുപോയി. സമയത്തെ അതീതമായ ലോകത്തിൽ സ്നേഹമാണ് ഭരണാധികാരി. ദൈവവും അവന്റെ തിരഞ്ഞെടുത്തവളുമായ പെൺകുട്ടിയും ശാന്തിയിലാണ്. എൻഡ്. ദൈവമന്ദിരം, രാത്രി. ദൈവം അപ്രതീക്ഷിതമായി ഉണരുന്നു, നെറുക്കത്ത് വിയർപ്പ്. നക്ഷത്രങ്ങൾ കുലുങ്ങുന്നു. ഒരു നിഴൽ അവന്റെ ദിവ്യസഞ്ചാരത്തെ അകന്ന് കടന്നുപോകുന്നു. വേറിയാൻ വി ഓ എന്നാൽ ഒരു രാത്രിയിൽ അവൻ അതേ അനുഭവിച്ചു, മറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വരികയായിരുന്ന ഇരുട്ടിന്റെ നിശബ്ദ ആലാപം. എക്സ്റ്റ്. ഭൂമി, ആധുനിക കാലം, ഇരുണ്ട സ്ഥലങ്ങൾ. ഭൂമിയിലെ മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നീണ്ടുനിന്ന നശിപ്പിക്കൽക്കു പിന്നാലെ ശത്രുക്കൾ വീണ്ടും പിറവിയെടുക്കുന്നു. മനുഷ്യരായി. അവർ മുഷിഞ്ഞിരിക്കുന്നു, അകത്തു ശൂന്യമാണ്, എന്നാൽ അവരുടെ ഉള്ളിൽ ഒന്നൊന്നായി പഴയ ഓർമ്മകൾ ഉണരുന്നു. വേറിയാൻ വി ഓ ഒരു കാലത്ത് നശിപ്പിക്കപ്പെട്ട ദുഷ്ടശക്തികൾ മനുഷ്യരായി പുനരുദയം ചെയ്യുന്നു. അവരുടെ ശക്തികൾ അടച്ചിരിക്കുന്നു, പക്ഷേ അവരുടെ ഏഷം ഇപ്പോഴും ജീവിക്കുന്നു. കുട്ടികളായ ശത്രുക്കൾ ഇരുട്ടിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. വിചിത്രമായ ചിഹ്നങ്ങൾ, രഹസ്യചടങ്ങുകൾ, മറന്നുപോയ ധ്യാനം. 40 വർഷങ്ങൾക്കു ശേഷം അവർക്കുന്നു അവർ ആരാണെന്ന്. വേറിയാൻ വി ഓ 40 വർഷങ്ങൾക്കു ശേഷം അവരുടെ ശക്തികൾ വീണ്ടും ഉണരുന്നു.